ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ ഒരാൾ എന്നെ വന്ന് കൈ തന്നു. കൈ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മറ്റേ ചാനലില് വർക്ക് ചെയ്യുന്ന ആളല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അതെ ആണ്. പിന്നെ ബിജു ചേട്ടനെ കുറിച്ചൊക്കെ ചോദിച്ചു. പുള്ളി എങ്ങനെയാണ്, എവിടെ നിന്നാണ് വാർത്തകളൊക്കെ കളക്ട് ചെയ്യുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകളൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? അപ്പൊ ഞാൻ പുള്ളിയോട് തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകൾ ഇവിടെ സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ അവർ പോലും കൊടുക്കാത്ത വാർത്തകളാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, അല്ല ഞാൻ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞല്ല, വളരെ നല്ല ന്യൂസ് ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവരുന്നത്. എന്റെ മക്കളോടൊക്കെ പറയും ഈ ചാനൽ കാണണം, അത് നല്ലൊരു രസകരമായിട്ട് നാഷണൽ ഈ വാറിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞു. അപ്പൊ അതുപോലെ ഞാൻ പറയാനുള്ള കാരണം, നമ്മളിങ്ങനെ സാധാരണ ഈ സംഭവങ്ങൾ ആരും വേറെ ന്യൂസ് ചാനലുകൾ പറയുന്നത് പോലെ നമ്മൾ തള്ളാറില്ല. അപ്പൊ ഈ സാധനം ഞാൻ പറയാൻ കാരണം, അതുപോലൊരു വാർത്തയാണ് ഇന്ന് കൊണ്ടുവരുന്നത്. ഒരു സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇന്ന് കൊടുക്കാത്ത ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ, ഇനിയിപ്പോ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് രണ്ട് വാർത്തകളെ കൊടുക്കാനുള്ളൂ. അതായത് അതുപോലുള്ള എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ട്രംപ് ചത്തു, അല്ലെങ്കിൽ പുടിൻ ദിവംഗതനായി. ഈ രണ്ട് വാർത്തകൾ മാത്രമേ നമ്മൾ ഇനി കൊടുക്കാനായിട്ടുള്ളൂ. നാട്ടുകാർ ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്, USS ഏറ്റവും വലിയ ആണവ അന്തർവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ്, ഈ USS ജെറാൾഡ് റഷ്യയിലേക്ക് പോയിട്ടുണ്ട്. നമുക്കറിയാം, ട്രംപ് അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ ഈ USS ജെറാൾഡിന് അവിടെ അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, റഷ്യയുടെ 3 വമ്പൻ സബ്മറൈനുകൾ ഈ USS ജെറാൾഡിനെ ലക്ഷ്യമാക്കി USS ജെറാൾഡിനെ വളഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് അങ്ങോട്ടേക്ക് പോയത് റഷ്യയുടെ യാസൻ ക്ലാസ് ന്യൂക്ലിയർ അന്തർവാഹിനി ലക്ഷ്യമിട്ടാണെന്ന് പറയുന്നു. പക്ഷെ ഈ യാസൻ ക്ലാസ് ന്യൂക്ലിയർ അന്തർവാഹിനി ഈ അമേരിക്കയ്ക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അമേരിക്കയുടെ റഡാറിൽ ആ സാധനം കിട്ടുന്നില്ല. പക്ഷെ ഈ സംഭവം എവിടെയുണ്ട്, നമ്മളെ വളഞ്ഞ് ഇവിടെ ഈ സാധനം നിപ്പുണ്ട്. ഈ റഷ്യയുടെ ഈ അമേരിക്കയുടെ ജെറാൾഡ് എന്ന് പറയുന്ന ഈ കപ്പലിനെ വളഞ്ഞ് ഈ യാസൻ നിപ്പുണ്ട്. പക്ഷെ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നാറ്റോ ഇറങ്ങി. നാറ്റോയും അതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അവർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത് റഷ്യയുടെ യഥാർത്ഥത്തിലുള്ള പവർ അവിടെ തുറന്നു കാട്ടപ്പെടുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ കപ്പലാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അതിന് റഷ്യയുടെ അന്തർവാഹിനിയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ വേണമെങ്കിൽ റഷ്യക്ക് അമേരിക്കയെ തകർക്കാൻ, അതായത് അമേരിക്കയുടെ ജെറാൾഡ് എന്ന് പറയുന്ന ആ പടക്കപ്പലിനെ തകർക്കാൻ കഴിയും എന്നുള്ള ലെവലിലേക്ക് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോ 3 റഷ്യൻ യാസൻ ക്ലാസ് ആണവോർജ അന്തർവാഹിനികൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതായത് അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പല്, അതായത് 1,00,000 ടൺ ആണവോർജമുള്ള ഈ കപ്പലാണ് ജെറാൾഡ് എന്ന് പറയുന്നത്. ആ കപ്പലിന് പോലും ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. റഷ്യൻ അന്തർവാഹിനിയെ വേട്ടയാടുന്നതിനായിട്ട്, അതായത് ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ റഷ്യൻ വേട്ടയ്ക്കാണ് അമേരിക്ക ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടി ഏതെങ്കിലും നിമിഷം ഈ ജെറാൾഡിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് വിധേനയും തകർക്കാനായിട്ട് ഈ സ്കോട്ട്ലാൻഡിലെ ലോസിമൌത്ത് വിമാനത്താവളത്തിൽ 8 P-8A പോസിഡോൺ വിമാനങ്ങളാണ് ഇപ്പോൾ നാറ്റോ വിക്ഷേപിച്ചിരിക്കുന്നത്. അവിടെ ഈ വിമാനങ്ങൾ വിക്ഷേപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആർട്ടിക് നാർവിക്കിനടുത്തുള്ള ഈവൻസ് വ്യോമത്താവളത്തിൽ നിന്നും അങ്ങോട്ടേക്ക് വളരെയധികം ഈസി ആയിട്ട് ആക്സസ് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതിനിടയിൽ ചൈന അവരുടെ പടക്കപ്പലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഐസ്ലാൻഡിൽ അവർ പെട്രോളിംഗ് നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ അമേരിക്കയെയും നാറ്റോയെയും മുൾമുനയിൽ നിർത്തുന്ന റഷ്യയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ബിജുചേട്ടാ ഇതിൽ തോന്നുന്നത്? ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. സെലൻസ്കിയോട് ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥലം ഒന്ന് തിരിച്ചു കൊടുക്കണ്ട. നേരത്തെ ട്രംപ് ഇങ്ങനെയല്ല പറഞ്ഞത്, സ്ഥലം തിരിച്ചു കൊടുത്ത് കീഴടങ്ങാനാണ് പറഞ്ഞത്. ഇന്ന് പറഞ്ഞത് അങ്ങനെ തിരിച്ചു കൊടുക്കണ്ട, നാറ്റോ നിങ്ങളെ സഹായിക്കുമെന്ന്. ആ നാറ്റോ ആണ് ഇപ്പം റഷ്യ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇത് മനുഷ്യ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് രണ്ടുപേര് പറഞ്ഞിട്ട് പോവാം. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെടുത്തൊരു തീരുമാനമുണ്ട്. വെറുതെ സമയം കളയാനോ ഇല്ലെങ്കിൽ കാശുണ്ടാക്കാനോ വേണ്ടിയിട്ട് മാത്രം വന്ന് തള്ളിയിട്ട് പോകരുത്. പകരം ഫാക്റ്റ് ഉള്ള വാർത്ത മാത്രമേ, കാമ്പുള്ള വാർത്ത അല്ലെങ്കിൽ ഫാക്റ്റ് ഉള്ള വാർത്ത, സത്യമായ വാർത്തകൾ മാത്രമാണ് അവതരിപ്പിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വാർത്ത വേണ്ട. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഒരെണ്ണമൊക്കെ എടുത്ത ദിവസങ്ങളുണ്ട്, 2 എണ്ണം എടുത്തതുണ്ട്, 3 എണ്ണം എടുത്ത ദിവസങ്ങളുമുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ്. കാരണം ഈ വാർത്ത കണ്ടെത്താനായിട്ട് നമ്മൾ എത്ര സമയം അതിനു വേണ്ടിയിട്ട് മെനക്കെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ്, അത് ക്രോസ് ചെക്ക് കൂടെ ചെയ്തിട്ടാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ അത് മലയാള മാധ്യമങ്ങളെ നോക്കിയിരുന്നിട്ടല്ല ഈ വാർത്തകൾ എടുക്കുന്നത്. കാരണം മലയാള മാധ്യമങ്ങളൊന്നും ഈ വാർത്തകൾ വരാറില്ല. പല വാർത്തകളും, നമ്മുടെ ദേശീയ വാർത്തകൾ പോലും അതിൽ വരാറില്ല.
അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മീഡിയാസ് നോക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഇന്റർനാഷണൽ മീഡിയാസും ഒരുപോലല്ല. നമ്മുടെ ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ പോലെ തന്നെയാണ് ഈ ഇന്റർനാഷണൽ മീഡിയാസും. കാരണം അതിൽ അവർ മുക്കേണ്ടത് മുക്കും, പൊക്കേണ്ടത് പൊക്കും. എല്ലായിടത്തും സ്വഭാവം ഒന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെ. അതിനകത്ത് കുറ്റം പറയാൻ അതിനകത്ത് കാരണങ്ങളൊന്നുമില്ല. അത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. ഏതായാലും ഇപ്പോൾ അതായത് യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിപ്പോ ട്രംപ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ട്രംപ് പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. പുടിൻ ഞാൻ വിചാരിച്ചതുപോലെയല്ല, എന്റെ സൗഹൃദങ്ങൾ ഒന്നും വിലപ്പോയില്ല. താൻ ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്ന് കരുതി, പിന്നീട് ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് കരുതി, പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ എങ്ങും എത്തുന്നില്ല എന്ന് പറയുക മാത്രമല്ല, റഷ്യയുടെ വിമാനങ്ങൾ ഇനി ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തിന് മുകളിലൂടെ പറഞ്ഞാൽ വെടിവെച്ചിടാനും ഉത്തരവ് കൊടുത്തു. ഈ ഉത്തരവ് കൊടുക്കുക മാത്രമല്ല, അമേരിക്ക ഓഗസ്റ്റ് മുതൽ തന്നെ ഒരു സൈനിക വിന്യാസം നടത്തിയിരുന്നു. ഇത് അന്ന് തന്നെ നമ്മളൊരു ഇതേപോലെ പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് തന്നെ ഒരു അനാലിസിസ് നടത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. 2 ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ തീരത്തേക്ക് അമേരിക്ക അയച്ചിരുന്നു. അതിന്റെ ഹെഡിങ് തന്നെ അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അധികം നാളൊന്നും ആയിട്ടില്ല, ഓഗസ്റ്റ് കഴിഞ്ഞ മാസമായിരുന്നു. അയച്ചിരുന്നു. അത് വലിയ വാർത്തയായിട്ട് ട്രംപ് പറഞ്ഞത്, ഞാൻ 2 അന്തർവാഹിനികൾ അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അദ്ദേഹം അതിൽ പറഞ്ഞിരുന്ന കാര്യം, ഈ അന്തർവാഹിനി ഞങ്ങളുടെ റഡാറിൽ പണ്ടേ ഉള്ളതാണ്, അത് എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനഃപ്പാഠമാണ്, അത് ഞങ്ങളുടെ റഡാറിൽ കൃത്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തള്ളിക്കളയുക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ അന്തർവാഹിനി ലോകത്തിലെ സമുദ്രങ്ങളിലെല്ലാം ഉണ്ട്, അത് കണ്ടെത്തുക അല്പം പ്രയാസകരമാണ് എന്ന് അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. ഇപ്പൊ അമേരിക്കയുടെയും റഷ്യയുടെയൊക്കെ ഏകദേശ കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആണവ അന്തർവാഹിനി ഉള്ളത്, 11 എണ്ണമുണ്ട് എന്നാണ് ചില കണക്കുകൾ പുറത്തു വന്നത്. പക്ഷെ അതായിരിക്കില്ല. റഷ്യയുടേതും കൃത്യമായിട്ടൊരു കണക്കുകളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം യുദ്ധം പ്രധാനമായും ഉരുത്തിരിയുന്നത് കടലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അമേരിക്ക അവരുടെ USS ജെറാൾഡ് എന്ന് പറയുന്ന വലിയൊരു ഷിപ്പ് തന്നെ അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. അനവധി പടക്കപ്പലുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇറ്റലിയുടെയും മറ്റുമൊക്കെ നാവികസേനയും മറ്റുമൊക്കെ ആ ഒരു മേഖലയിലേക്ക് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത് പുറത്തു വരുന്ന ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അതിൽ ഈ USS ജെറാൾഡ് എന്ന് പറയുന്ന ഷിപ്പ്, ആ ഷിപ്പിന് പല ദൗത്യങ്ങളുണ്ട്. ഒന്ന് യുദ്ധത്തിന്റെ ഒരു ദൗത്യമുണ്ട് എന്നുകൂടാതെ തന്നെ ഈ കടലിനടിയിലുള്ള മുങ്ങിക്കിടക്കുന്ന റഷ്യൻ അന്തർവാഹിനികളെ കണ്ടെത്തുക എന്നൊരു ദൗത്യമുണ്ട്. നാറ്റോ ദ്വീപാണ് USS ജെറാൾഡ് എന്ന് പറയുന്നത്. ഒരുപാട് സംവിധാനങ്ങളുള്ള സംവിധാനം. അപ്പൊ അതിൽ അടിത്തട്ട് വരെ പരിശോധിച്ച്, എത്ര ദൂരത്തുള്ളത് വരെ പരിശോധിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നാറ്റോയുടെ വിമാനങ്ങളും കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതിനുവേണ്ടി പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടൊക്കെയാണ് റഷ്യയുടെ ആണവ അന്തർവാഹിനികൾ അല്ലെങ്കിൽ റഷ്യയുടെ അന്തർവാഹിനികൾ കിടക്കുന്നത് എന്നുള്ളത്. ആണവ അന്തർവാഹിനി എന്ന് അവർ പറയുന്നില്ല, അന്തർവാഹിനികൾ കിടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ USS ജെറാൾഡിന് വലയം തീർത്ത് കിടക്കുന്നത് റഷ്യയുടെ അന്തർവാഹിനിയാണ്. ആ അന്തർവാഹിനിയുടെ ടോട്ടൽ കോസ്റ്റ് 1.3 ബില്യൺ ആണ്. അതായത് അമേരിക്കയുടെ ഒരു ചെറിയ ആണവ അന്തർവാഹിനികളുടെ അല്ലെങ്കിൽ സാധാരണ അന്തർവാഹിനികളുടെ ഒരു ശരാശരി ചെലവ് എന്ന് പറയുന്നത് 3 ബില്യൺ ആയിരിക്കുമ്പോഴാണ് അതിന്റെ പകുതി പോലും ഇല്ലാത്ത അന്തർവാഹിനികളാണ് കണ്ടുപിടിക്കാൻ ഈ അമേരിക്കൻ സേനയും നാറ്റോയും കിടന്ന് മുങ്ങിത്തപ്പുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും അങ്ങനെ നിൽക്കുന്നു. അതിൽ ആ മാധ്യമം എഴുതിയിരിക്കുന്നത്, ആ വാർത്ത ഏതിലാണ് വന്നത് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വാർത്ത. അപ്പോ ആ മാധ്യമത്തില് വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്, റഷ്യക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും ഈ അമേരിക്കയുടെ പടക്കപ്പലിനെ ആക്രമിക്കാവുന്ന തരത്തിലാണ് ഈ റഷ്യൻ അന്തർവാഹിനികളുള്ളത്. പക്ഷെ അത് എവിടെയെന്ന് കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അമേരിക്കയ്ക്ക് നന്നായി അറിയാം തങ്ങൾക്ക് ചുറ്റും അതുണ്ട് എന്നുള്ളത്. അത് ഏത് നിമിഷവും ആക്രമിക്കാൻ തക്ക ദൂരത്തിലാണ്, വലിയ ദൂരപരിധിയിലും അല്ലത് കിടക്കുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതാണ് ആ ഒരു വാർത്തയിൽ ഉള്ളത്. അപ്പൊ ദൂരപരിധി എന്നൊക്കെ പറഞ്ഞാൽ തൊട്ടടുത്തായിരിക്കില്ലല്ലോ, വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. കാരണം ഇതിന്റെയൊക്കെ റേഞ്ചുകൾ ഭയങ്കരമാണല്ലോ ഈ ആക്രമിക്കുന്നത്. കാരണം ഇപ്പം ഈ 1500 കിലോമീറ്ററിന് അകലെ നിന്നൊക്കെ അല്ലേ ഇപ്പം മിസൈൽ ഓരോരുത്തർ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ ചിലപ്പോൾ ഒരു പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ വരും, ഈ ജെറാൾഡ് കപ്പലിന് തൊട്ട് താഴെയാണോ അല്ലെങ്കിൽ സൈഡിലാണോ എന്ന് തോന്നും. അങ്ങനെയല്ല, നല്ല ദൂരത്ത് നിന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, ചൈന അവരുടെ 2 പടക്കപ്പലുകൾ കൂടി നീക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇൻഡോ പസഫിക് മേഖലയിൽ നമ്മൾ മുമ്പ് ഇതേ കാര്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. റഷ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ചൈന തായ്വാനെ ആക്രമിക്കുകയും ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യും. കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയ്ക്ക് ഒരുപാട് വാർഷിപ്പുകളുണ്ട്. അതായത് തായ്വാനെയൊക്കെ രക്ഷിക്കാനും ചൈനയ്ക്ക് തടയിടാനും വന്ന് കിടക്കുന്നതാണ്. അതിനെ ബ്ലോക്ക് ചെയ്യുക, ഒരേ സമയം തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യുക, മറ്റേ മേഖലയും. അപ്പൊ എല്ലാ മേഖലയിലും നാറ്റോ സഖ്യത്തെ ബ്ലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവരെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുള്ളൂ.
ഇവിടെയാണ് ഇത് നിർണായകമാകുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയപ്പെടുന്ന ഒരു രാജ്യം കൂടി ആ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ചില നീക്കങ്ങളും സംശയം ജനിപ്പിക്കുന്നതാണ്. അവർക്കും ഇത്തരത്തിലുള്ള ചില കപ്പലുകളുണ്ട്. കാരണം ഉത്തര കൊറിയയുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യം കൂടിയാണ്. അവർക്ക് ആണവായുധം ഇല്ല എന്നാണ് ഒഫീഷ്യലി പറയുന്നത്. പക്ഷെ അവർക്ക് എത്ര ആണവായുധം ഉണ്ടെന്നുള്ളത് ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പം അങ്ങനെ നിൽക്കുന്നു. അതായത് ഇപ്പൊ ഉത്തര കൊറിയ, ചൈന, റഷ്യ എന്ന് പറയുന്ന അവരുടെ ശക്തി ഇപ്പോൾ ഈ നാറ്റോ സഖ്യത്തിന് മനസ്സിലാവുകയാണ്. നാറ്റോ സഖ്യത്തിന് നന്നായി അറിയാം ഇപ്പൊ റഷ്യയുമായി ചെന്ന് മുട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പോയിട്ട് ജയിച്ചു വരാൻ കഴിയുന്ന ഒരു യുദ്ധമല്ല. അവര് അമേരിക്ക മുൻപൊക്കെ എല്ലായിടവും നടത്തിയ യുദ്ധം പോലെ ഈസി ആയിട്ട് ജയിച്ചു വരാൻ കഴിയില്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യൻ കരസേനാ മേധാവി പറഞ്ഞത് ഇനി ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് കുറഞ്ഞത് 5 വർഷത്തേക്ക് നീണ്ടു നിൽക്കും. അതിനുവേണ്ടി നമ്മൾ മാനസികമായി ജനം തയ്യാറെടുക്കണം. കാരണം ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. സാമ്പത്തിക രംഗത്തായാലും മറ്റ് ജീവിതോപാധികളുടെ കാര്യത്തിലായാലും. പെട്രോൾ അടിച്ചിപ്പം നമ്മൾ വളരെ ലാവിഷായിട്ട് 100 രൂപ താഴെ പെട്രോൾ അടിച്ച് ഈ രാജ്യം മുഴുവൻ കറങ്ങി നടക്കുന്നിടത്ത് ഇനി ചിലപ്പോൾ അത് 150 രൂപയായി മാറാൻ ഒരുപക്ഷെ അങ്ങനെ വരാം. ഇല്ലെങ്കിൽ മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഡീസൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാതാകാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ വലിയ രീതിയിൽ തന്നെ എണ്ണ വാങ്ങി കൂട്ടുന്നത്. കാരണം ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊക്കെ ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, അതുപോലെ തന്നെ ഈ ഭക്ഷ്യ സാധനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സേഫ് ആണ് ഇപ്പോഴെന്ന് തന്നെയാണ് കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ ഭക്ഷ്യമന്ത്രിയും പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളും മറ്റ് രാജ്യങ്ങളും ഇതിന് സമാനമായ രീതിയിൽ അവർ സേഫ് ആകുന്നു. ഒപ്പം അവരുടെ ഈ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലേക്ക് അവരുടെ പരിശീലനവും മറ്റും പോകുന്നു. ഇന്ത്യയുടെ ഒരു പരിശീലനം താർ മരുഭൂമിയിൽ ഒരു 3-4 ദിവസത്തിന് മുമ്പായിരുന്നു നടന്നത്. വലിയൊരു പരിശീലനമായിരുന്നു കരസേനയുടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മുൻപ് ചർച്ചകളിൽ പറഞ്ഞിരുന്നത് യുദ്ധം നടക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ഏകദേശം അടുത്തെത്തിയെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ അന്തർവാഹിനികളും ആണവ ഊർജ അന്തർവാഹിനികളും മറ്റുമൊക്കെ നീക്കുകയും റഷ്യയും പിടിമുറുക്കുകയും കൂടെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ തീപ്പൊരി മതി. മുമ്പും നമ്മൾ ഇത് തന്നെ പറയും, ഒരു ചെറിയ തീപ്പൊരി മതി. കാരണം ഇന്നലെ കേട്ട മറ്റൊരു വാർത്ത നോർവേയുടെ മുകളിൽ കൂടെയും റഷ്യ ചില ഡ്രോണുകൾ പറത്തി എന്നുള്ളതാണ്. നോർവേ ഒരു നാറ്റോ രാജ്യമാണ്. അതിന്റെ മുകളിൽ കൂടെയും ഇത് പറത്തി എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. അപ്പോൾ റഷ്യ ഏതാണ്ട് നാറ്റോ രാജ്യങ്ങളുടെയൊക്കെ മുകളിൽ കൂടെ ജെറ്റുകളും ഒപ്പം തന്നെ ഡ്രോണുകളും ഒക്കെ പറത്തി മുൻപോട്ട് പോകുന്നു. അതിനിടയിലാണ് ട്രംപ് പറയുന്നത് ഇനി ഒരു കോംപ്രമൈസും ഇല്ല, ഇനി സെലൻസ്കി പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ വിട്ടുകൊടുക്കേണ്ട ആവശ്യവുമില്ല, ഇനി അവരുമായിട്ട് ഇത് വേണ്ട എന്ന് പറയുന്നു. നിങ്ങളെ സഹായിക്കാൻ നാറ്റോ വരുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ സെലൻസ്കിയുടെ ഒരു പ്രസ്താവനയും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സെലൻസ്കി പറഞ്ഞത് ഇന്ത്യ ഞങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ, ഇന്ത്യ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് എന്നാണ് സെലൻസ്കി പറഞ്ഞത്. പിന്നെ അവരുടെ ഒരു ഊർജ്ജ പ്രതിസന്ധിയുണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ചർച്ചകളിലൂടെ അത് പരിഹരിക്കും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ് എന്നുകൂടി പറയുന്നു. അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായി. ഇന്ത്യയെ കൂടെ ഒപ്പം നിർത്തുക, അതായത് സഖ്യത്തിന്റെ ഭാഗമല്ലാതെ ഒരു നിർണായക സ്ഥാനത്ത് കിടക്കുന്ന ഇന്ത്യ, പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിലൊക്കെ ഇന്ത്യക്ക് ഒരു നിർണായക സ്ഥാനത്ത് തന്നെയാണെന്ന് മാത്രമല്ല ഇന്ത്യയുടെ സഹായവും ഈ പറയുന്ന ക്വാഡ് സഖ്യത്തിനായാലും US-ന്റെ സഖ്യത്തിനായാലും ഒക്കെ അനിവാര്യമാണ്. അപ്പൊ ഇന്ത്യയെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരെ കൂടെ നമ്മുടെ ഒപ്പം, അതായത് ഈ നമ്മുടെ മഹാഭാരതത്തില് ഒരു കഥയുണ്ടല്ലോ, നമ്മുടെ ഈ ദുര്യോധനനും ഒപ്പം തന്നെ ധർമ്മപുത്രരും എല്ലാം ചെന്ന് കൃഷ്ണന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ കൃഷ്ണൻ കിടക്കുകയാണ്. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദുര്യോധനൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സേന വേണം എന്നാണ്. ധർമ്മപുത്രർ ആവശ്യപ്പെടുന്നത് അങ്ങ് കൂടെ ഉണ്ടായാൽ മതി. അപ്പോൾ പറഞ്ഞു ഞാൻ വരും, പക്ഷെ ആയുധം എടുക്കില്ല ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. കൃഷ്ണന്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. കാരണം ആയുധമെടുത്ത് മുൻപോട്ട് പോകാൻ കഴിയില്ല ഇന്ത്യക്ക്. ഇതിനകത്ത് ഒരു സഖ്യത്തിന്റെ ഭാഗമാകാൻ നിലവിൽ കഴിയില്ല. മറ്റേതാകട്ടെ എന്നാൽ ഇവർക്കൊക്കെ മാനസികമായ ഒരു സഹായം നൽകാനും ഒപ്പം തന്നെ ഇവരുടെ കയ്യിൽ നിൽക്കുന്ന വിപണി, ഇവരുടെ സാധനങ്ങൾ നിർലോഭം ഇറക്കുമതി ചെയ്തിട്ട് അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നൽകാനോ ഇന്ത്യക്ക് കഴിയും. അതായത് നമ്മൾ ഇതിനകത്ത് ഇതാണിപ്പോൾ ഇന്ത്യയുടെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം റഷ്യ ആണെങ്കിലും അതിനെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ത്യ തന്നെയാണ്, എണ്ണ വാങ്ങുന്നതിലൂടെ. അപ്പം നാളെ ഒരു പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായാലും അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഇന്ത്യയെ പോലൊരു സ്ട്രോങ് രാജ്യമുണ്ട് എന്നുള്ളത് അവർക്കൊരു ആശ്വാസം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയെ വെറുപ്പിക്കാതെ പോവുക, അവരെങ്ങുമില്ല, അവരവിടെ തന്നെ നിന്നോട്ടെ, അവരെ കൂടുതൽ ചൊറിഞ്ഞ് ഇതിനകത്തോട്ട് ഇറക്കി ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് കയറ്റണ്ട എന്ന് അവർ കരുതുന്നുണ്ട്. ട്രംപിന്റെ ഐഡിയോളജി എന്താണെന്ന് നമുക്ക് അറിയില്ല. ഏതായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അങ്ങനെയാണ്. അതാണ് അവർ ഈ തിരക്ക് പിടിച്ചിട്ട് ഇന്ത്യയുമായിട്ട് ട്രേഡിംഗ് കരാറുകളൊക്കെ ഒപ്പുവെക്കുന്നതും ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുകൂടി തന്നെയാണ്. കാരണം പെട്ടെന്നൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഈ ചരക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കണ്ടേ, അത്യാവശ്യത്തിന് പൈസ വേണ്ട കയ്യിൽ, ചരക്ക് എത്തിക്കാനായിട്ട് സേഫായിട്ടൊരു രാജ്യം വേണമല്ലോ അവിടെ. ഈ ഒരു സാഹചര്യത്തിൽ കാരണം ചൈനയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാരണം ചൈനയും യുദ്ധമുഖത്ത് തന്നെയായിരിക്കും. ഇനി ഇന്ത്യയും യുദ്ധമുഖത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയില്ല. പാകിസ്ഥാനുമായിട്ട് ഒരു അടി വരുമോ ഇല്ലയോ എന്നും നമുക്ക്
അറിയില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ലോകം പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം ഇന്ന് കൊടുത്തിരുന്നു. അതായത് ചൈനയും പാകിസ്ഥാനും വല്ലാതെ അകലുന്നു. കാരണം ബലൂചിസ്ഥാനിൽ ഖനനം ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾക്ക് പാകിസ്ഥാൻ പെർമിഷൻ കൊടുത്തു. അത് ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവർക്ക് ഈ യുദ്ധവിമാനങ്ങളുടെ ഒരു കരാറിൽ നിന്നൊക്കെ പതുക്കെ പിന്നോക്കം പോയായിരുന്നു ചൈന, പാകിസ്ഥാന് കൊടുക്കുന്ന യുദ്ധവിമാനങ്ങളുടെയൊക്കെ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സ്ഥലം പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കവും പാകിസ്ഥാൻ അമേരിക്ക അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതൊക്കെ ചൈനയ്ക്കും വലിയ കുരുവായിട്ട് മാറിയിരിക്കുന്നു. ചൈനയും ഒരു യുദ്ധക്കളമാകും എന്നാണ് ഈ ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തിൽ അവർ, അതിനകത്ത് ചില ഈ സൈനിക മേധാവികൾ, അതായത് മുൻ മേധാവികളാണ് അവരതിൽ പറയുന്നത്. പാകിസ്ഥാൻ ഒരു യുദ്ധക്കളമാകും, അത് ഇന്ത്യ ആയിരിക്കത്തില്ല മിക്കവാറും. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ചൈന കയറി പാകിസ്ഥാനിൽ മേയും എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും അരങ്ങൊരുങ്ങി നിൽക്കുന്നു. ഇവിടെയാണ് ചില വാങ്കയുടെ പ്രവചനം ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു. 2026 ഒരു മൂന്നാം ലോക മഹായുദ്ധമാണ് വാങ്കെ പ്രവചിച്ചിരിക്കുന്നത്. ഏതായാലും അന്ധവിശ്വാസങ്ങളെയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ, പകരം നമ്മുടെ മുമ്പിലുള്ള തെളിവുകളും ഫാക്റ്റുകളും വാർത്ത ആണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത്. ഇതാണ് അതിന്റെ ഒരു കാര്യം. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെയാണ് കാര്യങ്ങൾ. കുറച്ചുകൂടി ഇപ്പോൾ അത് തെളിവായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുധങ്ങളും കപ്പലുകളും നീക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ കപ്പലുകളുടെ പേരുകളും എവിടെയൊക്കെയാണ് നീങ്ങി തുടങ്ങിയിരിക്കുന്നതെന്നൊക്കെ വളരെ വിശദമായി തന്നെയുള്ള വാർത്തകളും വന്നു കഴിഞ്ഞിരിക്കുന്നു.